എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ചെറുതായിട്ടൊരു ഫില്ലിങ്സ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് വിപ്പ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ അറിയില്ലാത്തവർക്കും ഈ ഒരു കാരണം കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവല്ലോ, എന്നാൽ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരും. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ പാലിന് പകരം സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ച് വെക്കണം. അപ്പോൾ ഞാനിപ്പം ഏകദേശം ഒരു 3/4 കപ്പ് മൈദേൻ്റെ അളവിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ 1/2 കപ്പ് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം. 1/2 കപ്പ് ഷുഗർ പൊടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു 3/4 കപ്പ് കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3/4 കപ്പ് മൈദയ്ക്ക് ചെയ്യുവാണെങ്കിൽ നമ്മളിതുപോലെ 1/2 കപ്പ് ഷുഗറാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചെടുക്കുവാണ് നന്നായിട്ട്. ഇനി നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേപോലെ തന്നെ നമുക്കൊരു ബൗളും ഒരു അരിപ്പയും എടുത്ത് വെച്ചിട്ട് നമുക്കതിനകത്തേക്ക് ഒരു 3/4 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിപ്പം 1/2 കപ്പാണ്. ആദ്യം 1/2 കപ്പ് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഞാൻ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. അത് ഏകദേശം ഒരു 3/4 ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണാണ് അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 3/4 ടീസ്പൂൺ. ഇത് രണ്ടും മാത്രം മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് 3 പ്രാവശ്യം നമുക്ക് ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കണം. ഈ ഒരു അരിക്കൽ വളരെ നിർബന്ധമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ ഓരോ രീതിയിൽ ചെയ്യുന്ന കേക്കിനാണെങ്കിലും ചിലപ്പോൾ അരിക്കണമെന്നൊന്നുമില്ല, അങ്ങനെയും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ചില സമയങ്ങളിൽ. പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഇത് നല്ലപോലെ അരിച്ചിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വലിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു 3 എഗ്ഗിന് നമുക്കൊന്ന് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ എപ്പോഴും കേക്ക് ചെയ്യുമ്പം ഇതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ. സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ ഫ്ലഫി ആയിട്ട് വരുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് വരണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 3 എഗ്ഗിനെ ഒന്ന് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് ആ ഒരു മുട്ടേൻ്റെ തൊണ്ടൊന്നും വരാതെ നോക്കണം. ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ലൂസായിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നമുക്ക് ഇതൊന്നിങ്ങനെ ആ ഒരു എഗ് വൈറ്റ് നല്ലപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അങ്ങനെ 3 സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു 10 മിനിറ്റ്സ് നമുക്ക് 200 ഡിഗ്രിയിലൊന്ന് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ബാക്കിയെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് 10 മിനിറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു എഗ് വൈറ്റിനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കരുത്. ഷുഗർ പൗഡർ ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ബീറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ഏകദേശം ഇതുപോലൊരു വൈറ്റ് കളറിലൊക്കെ ഒന്ന് ആയി വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതങ്ങോട്ട് ലൂസായി പോകാനാണ് സാധ്യതയുള്ളത് കേട്ടോ. എപ്പോഴും എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മിസ്റ്റേക്കുകളാണല്ലോ നമുക്ക് പറ്റാറുള്ളത്. അപ്പോൾ അന്ന് പറ്റിയ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വൈറ്റ് കളറിലായതിനു ശേഷം നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള 3/4 കപ്പ് ഷുഗറിനകത്ത് നിന്ന് ഏകദേശം ഒരു 1/2 ഭാഗത്തോളം നമ്മൾ ഈ ഒരു എഗ് വൈറ്റിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആ ഒരു 3/4 പൗഡറും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും കൂടെ അങ്ങോട്ട് ലൂസായി പോകും കേട്ടോ നമ്മൾ ചേർക്കുമ്പോൾ. അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ളത് എഗ്ഗിൻ്റെ യോക്കിനകത്തേക്ക് ചേർത്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി ഇതിനകത്തും ചേർത്ത് കൊടുക്കുക, പകുതി നമുക്ക് ആ എഗ്ഗിൻ്റെ യോക്കിനകത്തും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പകുതി ഷുഗർ പൗഡർ മുഴുവനായിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ ആയി വരുന്ന പോലെ ആ ഒരു ടെക്സ്ചറിലാവുന്നത് വരെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ എഗ് വൈറ്റ് നല്ല പോലെ ഇവിടെ വിപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എഗ്ഗിൻ്റെ യോക്കിനകത്തേക്ക് നമുക്ക് കുറച്ച് ഷുഗർ പൗഡർ ബാക്കിയുള്ളതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗിൻ്റെ യോക്ക് 3 അതിനകത്തേക്ക് നമ്മൾ ബാക്കിയുള്ള ആ ഒരു ഷുഗർ പൗഡർ മുഴുവനും ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വിസ്ക് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് സ്പൂൺ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതുപോലെ നല്ല പോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ആയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അങ്ങനെ നമ്മൾ അതും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുന്ന കേക്കിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൈനാപ്പിളിൻ്റെ എസൻസ് ചേർക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അതും ഒരു 3/4 ടീസ്പൂൺ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ കൂടി നമുക്ക് ആ ഒരു എഗ്ഗിൻ്റെ യോക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ട് നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ആ ഒരു നമ്മുടെ ഷുഗർ പൗഡറും ആ ഒരു എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ഒരു 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഓരോ എഗ്ഗിൻ്റെ യോക്ക് ഓരോ സമയത്ത് ചേർത്ത് കൊടുക്കുന്ന പോലെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 3 പ്രാവശ്യമായിട്ട് നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ യോക്കിൻ്റെ മിക്സ് നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫസ്റ്റിലിട്ടിട്ട് മാത്രം ഇതുപോലെ ഒന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാടിട്ട് നമ്മൾ ഓവർ സ്പീഡിലിട്ടിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കരുത്. ആ ഒരു എഗ് വൈറ്റ് പൊന്തി വന്നതൊക്കെ അങ്ങോട്ടേക്ക് എന്താ പറയുക താന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ആണെങ്കിൽ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ആണെങ്കിലും മതി. പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് പാലല്ല ചേർക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊരു 1/4 കപ്പ് ഞാനിവിടെ ഓയിൽ ഇങ്ങോട്ടേക്ക് കൂട്ടി ഒഴിച്ചു എന്നേ ഉള്ളൂ. ഒരു 1 ടേബിൾ സ്പൂണും കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും നമുക്ക് ഒന്ന് ഫസ്റ്റിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ആ എല്ലാ ഭാഗത്തേക്കും ആ ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ബ്ലേഡൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബീറ്റർ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ളത് മിക്സ് ചെയ്യാത്തതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അതിൻ്റെ ആ അടിഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മിക്സ് ആവാത്തതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും അത് രണ്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു 2 ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഒറ്റയടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. നമ്മൾക്കത് മിക്സ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ആ മുട്ടേൻ്റെ നമ്മൾ ആ ഒരു ബീറ്റ് ചെയ്ത് നമ്മൾ നല്ല ഫ്ലഫി ആയിട്ട് വെച്ചിട്ടുള്ളതൊക്കെ അങ്ങോട്ട് താന്ന് പോവുകയും ചെയ്യും. അപ്പോൾ എനിക്കൊക്കെ പണ്ട് പറ്റിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് കേട്ടോ ഈ ഒരു സമയത്തെ മിക്സിങ്. ഈ ഒരു മിക്സിങ്ങിൽ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒരിക്കലും ശരിയാവില്ല. ഈ ഒരു മിക്സിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് ആ എഗ്ഗിൻ്റെ വൈറ്റൊക്കെ കൂടെ താന്ന് പോയാലാണ് കേക്കൊക്കെ കൂടെ നല്ല ഹാർഡായി പോവുകയും ചെയ്യും. നമ്മൾ കേക്കൊട്ട് പൊന്തി വരുവോ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള 1 ടേബിൾ സ്പൂണോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെള്ളം അല്ലെങ്കിൽ പാലായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ആ ഒരു സമയത്ത് പാലില്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ നമ്മുടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ ഇതുപോലെ വീണ്ടും നമ്മൾ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അന്നേരം നമുക്ക് വീണ്ടും ഇതൊന്ന് ടൈറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു മുഴുവനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമുക്ക്. ഇനി നമുക്ക് ഇതൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഞാൻ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലൊക്കെ ആണെങ്കിൽ നല്ല ഹൈറ്റിൽ കിട്ടും. അപ്പോൾ എനിക്ക് അത്രയും ഹൈറ്റ് വേണ്ട. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കിതൊരു തുണീൻ്റെ മേളിൽ ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെറുതെ നിലത്തിട്ട് ടാപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലൊരു തുണീൻ്റെ മേളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ആ ഒരു എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് നമ്മുടെ ആ ഒരു കേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 35 മിനിറ്റ്സ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 180 ഡിഗ്രിയിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ടൊരു 35 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് നല്ല റെഡി ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടാൽ തന്നെ മനസ്സിലാകും നമുക്ക് ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ എനിക്ക് വലിയൊരു ഈർക്കിലൊന്നും ഇട്ടിട്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കേക്കിന് ഒരു ചെറിയൊരു ഹോളൊക്കെ വരുമല്ലോ. അപ്പോൾ അത്രയും ഹോൾ ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു ഈർക്കിലി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയതാണ്. അപ്പോഴത്തേക്കും ഉൾഭാഗമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഡീമോൾഡ് ചെയ്തിട്ടേക്കാം.
അപ്പോൾ ഞാനിതാ ആ ഒരു പ്ലേറ്റിനകത്തേക്കാണ് ഡിമോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കുക്കാവാതിരിക്കുകയോ അല്ലെങ്കിൽ കരിഞ്ഞു പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പം പച്ചവെള്ളം ആണെങ്കിൽ ശരി നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരികയും ചെയ്യും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിക്കകത്തൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആവില്ല കേട്ടോ. നമ്മളത് എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒരിക്കലും ആവാൻ പോകുന്നില്ല. കാരണം നമുക്ക് ആ ബീറ്റർ വെച്ചിട്ട് തന്നെ നമ്മൾ ആ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അല്ലാതെ മിക്സിക്കകത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊന്നും എന്തായാലും സോഫ്റ്റ് ആവത്തില്ല കേട്ടോ. ഞാൻ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ബീറ്റർ ഇല്ലാതെ ചെയ്ത സമയത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒന്നും സോഫ്റ്റ് ആവത്തില്ല. ബീറ്റർ വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ പോലെ ഒന്ന് തണുത്ത് നമുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെറിയൊരു ഫ്രോസ്റ്റിംഗ് എന്നൊന്നും പറയാനില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് കേക്ക് ഇതുപോലെ ഒന്ന് ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് കുറച്ചൊന്ന് ഫില്ലിങ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്രീം ഒന്നാമത് സമയമില്ലായിരുന്നു, അത് പെട്ടെന്ന് വന്ന് അതായത് അനിയൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ആ ഒരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ അങ്ങോട്ട് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ല നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണത്. അപ്പോൾ നമ്മളിതിനകത്തേക്ക് ഷുഗർ സിറപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി നമുക്ക് കേക്കിന് തന്നെ നല്ല മധുരമുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് ആ ഒരു പൈനാപ്പിൾ എസൻസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ആ ഒരു കേക്കിൻ്റെ ബോർഡിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ കുറച്ച് ന്യൂട്ടല്ലയാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ന്യൂട്ടല്ല കുറച്ച് നമ്മൾ ആ ഒരു കേക്കിൻ്റെ ബോർഡിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അതെല്ലാ ഭാഗത്തൊന്ന് കുറച്ചൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത കേക്കിൻ്റെ ഏറ്റവും മോൾ വശമാണ് കേട്ടോ ഞാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പം എനിക്കത് ലാസ്റ്റ് കണ്ടപ്പോൾ ഒരു ഭംഗിയില്ലാതെ തോന്നിയിട്ട് ഞാനത് വീണ്ടും ലാസ്റ്റ് തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിലും അടിവശം തന്നെ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് നമുക്ക് കുറച്ച് ന്യൂട്ടല്ല ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ന്യൂട്ടല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനെടുത്ത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മേടിച്ച സമയത്ത് തന്നെ ഇത് ഒത്തിരി ഇങ്ങനെ ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ആയതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അത് എന്ത് ചെയ്തിട്ട് അങ്ങോട്ട് ആ ഒരു എന്താ പറയുക ഒന്ന് ലൂസായി കിട്ടാനിപ്പം പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അന്ന് ലൂസായിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട്, ഇത് കേക്ക് മുറിക്കാൻ ഇപ്പം തന്നെ ആൾക്കാർ വരും. അപ്പോൾ അതിന് മുൻപ് തന്നെ ഞാൻ ഇതൊന്ന് വേഗം ഒന്ന് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങോട്ടൊന്ന് എങ്ങനെയൊക്കെയോ ഒന്ന് അപ്ലൈ ചെയ്തൊന്ന് ശരിയാക്കുകയാണ്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ന്യൂട്ടല്ല വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു സെക്കൻഡ് ലെയർ എടുത്തിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു കേക്ക് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒരു കേക്കിൻ്റെ ഒരു ടോപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇത്രയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കാണുമ്പം എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയിട്ട് ഞാൻ ലാസ്റ്റ് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ കുറേ നാളായി ഇപ്പോൾ കേക്കൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ സ്റ്റോക്കായിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പം ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വെച്ചിട്ട് എനിക്കൊരു ഭംഗി തോന്നാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും മുറിച്ചു കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്രീം ഇല്ലായിരുന്നു എന്നൊരു കംപ്ലയിൻറ്റ് മാത്രമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ എനിക്കറിയാമായിരുന്നു എന്തായാലും ആ ഒരു കംപ്ലയിൻറ്റ് വരുമെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ലാസ്റ്റ് ആകെ ഒരു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒരു പീസ് കിട്ടണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ ആകെ ഒരു ചെറിയൊരു പീസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ ഈ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ പരിപാടികൾ അറിയില്ലാത്തവർക്കൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.